Okay, ഒരു question നോക്കാം. Question എന്താണ്? If the sum of the mean and variance of a binomial distribution for 5 trials is 1.8. Find the probability distribution. തന്ന കാര്യങ്ങൾ എഴുതുക. എന്തൊക്കെയാണ് തന്നത്? Given sum of mean and variance of a binomial distribution. What is mean of binomial distribution? It is n into p, np, where n is the total number of trials and p is the probability of success. And sum of mean and variance means np plus npq is 1.8. അത് തന്ന കാര്യമാണ്, ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് n ഈക്വൽ ടു 5 എന്നാണ്. കാരണം ഫോർ 5 ട്രയൽസ്, n ട്രയൽസ് ആണ് നമ്മൾ ബൈനോമിയൽ നോക്കുന്നത്. ഇവിടെ 5 എന്ന് തന്നിട്ടുണ്ട്. ഫോർ n equal to 5 ആണ്. ദാറ്റ് ഈസ് 5p plus 5pq equal to 1.8. ദാറ്റ് മീൻസ് രണ്ടിന്നും 5 കോമൺ ആണ്. അപ്പോൾ p plus pq equal to 5 into this 1 എന്നാണ് വരിക. അപ്പോൾ 1.8 by 5. ദാറ്റ് ഈസ് 0.36 അല്ല 0.36. നെക്സ്റ്റ് ഇനി എന്താ കാണേണ്ടത്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. നമ്മൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണും. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ മീൻസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ഓർ ബി എക്സ് എൻ പിയിലെ എന്നിൻ്റെയും പിൻ്റെയും വാല്യൂ കണ്ട ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പി ഡി എഫ് ബി എക്സ് എൻ പി ആ കാണുന്നത്. ബി എക്സ് എൻ പി കാണുന്നത് പറഞ്ഞാൽ എക്സ് ഈസ് എക്സ്. എക്സ് ഇവിടെ എന്തൊക്കെ വരും? 0 to 5 വരും. എക്സിൻ്റെ ലിമിറ്റ് 0 to n ആണ്. അപ്പോൾ 0 to 5 വരും. എന്നും പിയും അതാണ് ഓരോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ എന്താ പറയണ്ടത്, ഓരോന്നിൻ്റെയും യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ്. ഓരോരോ ഡിസ്ട്രിബ്യൂഷനെ എന്നും പിയും മാറുന്നതിനനുസരിച്ചാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മാറുന്നത്. അപ്പോൾ പി ഇൻറ്റു പി പ്ലസ് പി ക്യു ഈക്വൽ ടു 0.36 എന്നിട്ട്. അപ്പോൾ അതിൽ നിന്ന് പി കോമൺ എടുത്താൽ പി ഇൻറ്റു 1 പ്ലസ് ക്യൂ ഈക്വൽ ടു 0.36. ദാറ്റ് ഈസ് പി ഇൻറ്റു 1 പ്ലസ് ക്യൂ ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് പി. പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 അല്ല. അപ്പോൾ ക്യൂവിന് എന്ത് ചെയ്താൽ 1 മൈനസ് പി, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.36. അപ്പം പി ഇൻറ്റു 2 മൈനസ് പി ഈക്വൽ ടു 0.36. അപ്പോൾ 2p മൈനസ് പി സ്ക്വയർ മൈനസ് 0.36 ഈക്വൽ ടു 0. ഇതെന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതിനെങ്ങനെ സോൾവ് ചെയ്യുന്നത്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ഫോമുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യുക? അത് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുക. പിയുടെ വാല്യൂ കിട്ടും. ഇവിടെ നോക്കൂ, പി സ്ക്വയർ മൈനസ് 2p പ്ലസ് 0.36 ഈക്വൽ ടു 0. എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് -2 ആണ്, സി എന്ന് പറയുന്നത് 0.36 ആണ്. അത് കറസ്പോണ്ടിങ് ആയിട്ട് സോൾവ് ചെയ്യുക. ജസ്റ്റ് നോക്കാം. പി ഈക്വൽ ടു മൈനസ് ബി, അതായത് ഇത് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നില്ല. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. 4 into 0.36 1.44 divided by 2a, that is 2. അപ്പോൾ 2 plus or minus root 2.56 വരും. 2 plus 1 3, 56 plus 44 1 divided by 2, that is 2 plus or minus 2.56 എന്ന് പറയുന്നത് 1.6ൻ്റെ റൂട്ടാണ്. 1.6 divided by 2. ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാവുന്നേ ഉള്ളൂ. 2 plus or minus അതായത്
3.6/2 വരും ഒരെണ്ണം. നെക്സ്റ്റ് 2 - 0.4/2 0.2. ഇത് രണ്ട് വാല്യൂസ് വരാൻ കാരണം എന്താ? പി നിങ്ങൾ 3.6/2 എടുത്താൽ ക്യൂ എന്ത് കിട്ടും? 0.4/2 കിട്ടും. 1 മൈനസ് അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ 1.82 ഓർ 0.2 അല്ല സോറി 1.8 ആണ് വരുന്നത്. ഓക്കെ 1.8 ആണ് വരുന്നത്. 1.8 ഓർ 0.2 വന്നു. 1.8 പോസിബിൾ ആണോ? പി പ്രോബബിലിറ്റി ആണ്. അപ്പോൾ പി ഈക്വൽ ടു 0.2 മാത്രമേ പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഉള്ളൂ. ഒന്നുകൂടി നോക്കാം നമുക്കത്. ഓക്കെ കറക്റ്റ് ആണ്. ഇതിൽ വാല്യൂസിൽ മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ പി ഈക്വൽ ടു 1.8 ഓർ 0.2 എന്ന് വരും. പക്ഷേ therefore p equal to 0.2 ആണ്. because p is probability, it lies between 0 and 1. probability greater than 1 വരില്ലല്ലോ. ഇത് 1.8 greater than 1 ആണ്. p 0.2 ആകുമ്പോൾ q equal to എന്താ? 1 minus 0.2 0.8 വരും. അപ്പോൾ എന്താ കിട്ടി? ഡിസ്ട്രിബ്യൂഷൻ f of x equal to ncx. n is 5, cx p raised to 0.2 raised to x, q raised to 0.8 raised to n minus x, that is 5 minus x, x from 0 to 5. ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എഴുതേണ്ടത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഇനി അടുത്തൊരു പ്രോബ്ലം നോക്ക്. ഈ ടൈപ്പ് പ്രോബ്ലംസ് ആണ്. അതും ചോദിക്കും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ബൈനോമിയൽ നിങ്ങൾ അടുത്തതായി ചെയ്യുന്ന പോയിസോൺ ഇതിലേലും ഒന്നിൽ എക്സ്പെക്ട് ചെയ്യാം. During one stage in the manufacture of IC chip, a coating must be applied. If 70% of chips receives a thick enough coating, use binomial distribution to find the probability that among 15 chips, at least 12 will have thick enough coating. Second one, at most 6 will have thick enough coating. And last one, exactly 10 will have thick enough coating. അപ്പോൾ നിങ്ങൾക്ക് എന്താ കാണേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 12 വിൽ ഹാവ് തിക്ക് ഇനഫ് കോട്ടിംഗ് എന്നല്ലേ. ഓരോന്നിലും അറ്റ്ലീസ്റ്റ് മാറി, അറ്റ്ലീസ്റ്റ് 12 മാറി, അറ്റ്മോസ്റ്റ് 6, എക്സാക്ട്ലി 2. അപ്പോൾ എല്ലാത്തിലും പ്രോബബിലിറ്റി ഓഫ് എക്സ്, അത് നമ്പർ ഒരു എക്സ് എന്നുള്ള നമ്പർ ചൂസ് ചെയ്താൽ ഔട്ട് ഓഫ് ദ 15 ചിപ്സ് എക്സ് ഹാവിങ് തിക്ക് ഇനഫ് കോട്ടിംഗ്. അപ്പോൾ നമ്മൾ റാൻഡം വേരിയബിൾ ഫസ്റ്റ് ചെയ്യേണ്ടത് റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്പർ ഓഫ് ചിപ്സ്, IC ചിപ്സ് ഹാവിങ് തിക്ക് ഇനഫ് കോട്ടിംഗ്. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുക. ആ പ്രോബ്ലം നോക്കിയാൽ മതി. തിക്ക് ഇനഫ് കോട്ടിംഗ്. നമ്മൾ ബൈനോമിയലിന് എന്താ ചെയ്യുന്നത്? ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. പ്രോബബിലിറ്റി പി മീൻസ് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഓർ പ്രോബബിലിറ്റി ഓഫ് chips, IC chips having thick enough coating. അല്ല ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി, അതിൻ്റെ സക്സസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോബബിലിറ്റി ആയിട്ട് സക്സസിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ പി എന്ന് എടുക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് IC ചിപ്സ് ഹാവിങ് തിക്ക് ഇനഫ് കോട്ടിംഗ് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. If 70% of the chips receive a thick enough coating, 70% means 70/100, which is 0.7. അപ്പോൾ P കിട്ടി. P കിട്ടിക്കഴിഞ്ഞാൽ what is Q? 0.31 minus P ആണ്. Therefore, and given that there are 15 chips, നമ്മൾ ഈ 15 ആണ് നമ്മുടെ ട്രയൽസ് എന്ന് പറയുന്നത്. അത് ഇവിടെ നമ്പറാണ്. അപ്പോൾ n ഈക്വൽ ടു എന്താണ്? 15 ആണ്. Therefore x follows binomial distribution. ഇവിടുത്തെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ദാറ്റ് ഈസ് x follows binomial with n 15 and p 0.7. ഇതിന് കറസ്പോണ്ടിങ് ആയി നിങ്ങൾക്ക് എന്ത് ചെയ്താം? PDF എഴുതാം. ഈ ഒരു PDF എഴുതുന്നതിനാണ് മാർക്ക്. ഇപ്പോൾ f of x എന്ന് പറയുന്നത് എന്ത് വരും? NC, f of x or bx np എങ്ങനെ വേണമെങ്കിൽ എഴുതാം, കുഴപ്പമൊന്നുമില്ല. bx np ഞാൻ f of x തന്നെ എഴുതാം, കാരണം പ്രോബ്ലത്തിൽ നമുക്ക് അങ്ങനെ എഴുതുന്നതായിരിക്കും കുറച്ച് ലെങ്ത്ത് കുറച്ച് എഴുതാം. f of x ഈക്വൽ ടു n 15 cx
p raised to x q raised to n minus x from 0 to 15 വരെയാണ് വരാൻ ചാൻസ് ഉള്ളത്. ഇനി അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓരോരോ ക്വസ്റ്റ്യൻസ് ഈ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. എന്താ അറ്റ്ലീസ്റ്റ് 12 വിൽ ഹാവ് തിക്ക് ഇനഫ് കോട്ടിങ്. ഇത് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ അതിൻ്റെ മീനിങ്? എക്സ് ഔട്ട് ഓഫ് ദ 15 എക്സ് ഹാവിങ് തിക്ക് ഇനഫ് കോട്ടിങ്. അതായത് എക്സ്, അതായത് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 പ്രോബബിലിറ്റി ഓഫ് ഹാവിങ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് ഇത്. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഈ 15 ചിപ്സിൽ 1 ചിപ്പിന് എന്തുണ്ടാവും? തിക്ക് ഇനഫ് കോട്ടിങ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റിയാണ്. 2 ആണെങ്കിൽ ഔട്ട് ഓഫ് ദ 15 2ന് കോട്ടിങ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി. Therefore first question, probability of at least 12 will have thick enough coating ആണ്. at least 12 will have thick enough coating. അത് നിങ്ങൾ നീട്ടി വിളിച്ച് എഴുതിക്കോളും. that means at least 12 means നമ്മൾ at least 12 will have thick enough coating. ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എക്സിനെ ഡിഫൈൻ ചെയ്തത് എന്താ? നമ്പർ ഓഫ് IC chips having thick enough coating ആണ്. അപ്പോൾ എക്സ് അറ്റ്ലീസ്റ്റ് 12 ആവണം. therefore greater than or equal to 12 ആണ്. greater than or equal to 12 എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം? 12 ആവാം, 13 ആവാം, 14 ആവാം, 15 ആവാം. 16 വരുമോ? ഇല്ല. ഇതുവരെ കേസുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 12 പ്ലസ് എഫ് ഓഫ് 13 പ്ലസ് എഫ് ഓഫ് 14 പ്ലസ് എഫ് ഓഫ് 15. ഇത്രയും വാല്യൂസ് വരും. അതിനെ ജസ്റ്റ് നിങ്ങൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എങ്ങനെ എഫ് ഓഫ് 12 കാണുക? 15 എഫ് ഓഫ് എക്സ് അറിയാം. അപ്പോൾ എഫ് ഓഫ് 12 ആണ്. എന്ത് ചെയ്താൽ മതി? എക്സിന് പകരം 12 കൊടുത്താൽ മതി. അതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾ സ്വന്തം ചെയ്യുക. ഇനി അടുത്തത് വരുന്നത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്മോസ്റ്റ് 6 ഹാവിങ് തിക്ക് ഇനഫ് കോട്ടിങ് അല്ലെ. അറ്റ്മോസ്റ്റ് 6 എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം 6. ദാറ്റ് മീൻസ് റാൻഡം വേരിയബിൾ എക്സ് ടേക്സ് ഓൾ ദ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. മാക്സിമം 6 ആവാം, 6 കൂടാൻ പാടില്ല. therefore മാക്സിമം 6 മീൻസ് 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്താ? PDF-ൻ്റെ ഡെഫിനേഷനാണ്. എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 2 പ്ലസ് എഫ് ഓഫ് 3 പ്ലസ് എഫ് ഓഫ് 4 പ്ലസ് എഫ് ഓഫ് 5 പ്ലസ് എഫ് ഓഫ് 6. ഇവിടെയും കാൽക്കുലേഷൻ ഒന്നുമില്ല. എഫ് ഓഫ് 0 കാണാൻ നിങ്ങൾ ഓരോ തവണ ചെയ്യുമ്പോൾ എക്സാമിന് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾ എഫ് ഓഫ് 0 കണ്ടാൽ എന്ത് ചെയ്യുക? അത് അപ്പോൾ തന്നെ എഴുതി വെക്കുക. ഇവിടെ റിപ്പീറ്റേഷൻ ഇല്ല. ചില പ്രോബ്ലത്തിൽ ഒരു പ്രോബ്ലത്തിൽ എഫ് ഓഫ് 0 വേണ്ടി വരും, അടുത്ത സബ് ക്വസ്റ്റ്യനിലും എഫ് ഓഫ് 0 വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതുക? എഫ് ഓഫ് 0 എഴുതി വെക്കുക, എഫ് ഓഫ് 1 എഴുതുക. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ എഴുതി വെക്കുക, ഒന്നിച്ച് ടൈപ്പ് ചെയ്യാനിരിക്കണ്ട. ഇത് കാൽക്കുലേറ്ററിൽ അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇനി പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 10 will have thick enough coating. ഇവിടെ എന്താ പറയുന്നത്? exactly 10 will have thick enough coating. that means random variable takes the value 10 only. exactly 10 എന്ന് പറഞ്ഞാൽ 10ന് മാത്രം. that is f of 10. f of 10 is 15. c 10, 0.7 raised to 10, 0.3 raised to 15 minus 10, that is 5. ഇതിൻ്റെ വാല്യൂ എഴുതുക. നേരത്തെ കുറച്ചധികം വാല്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എഫ് ഓഫ് 12 കാണാൻ ഈ ഒരു എന്താ പറയണ്ടേ? എഫ് ഓഫ് എക്സ് PDF-ൽ എക്സിന് പകരം 12 കൊടുക്കുക. ഇനി എഫ് ഓഫ് 13 കാണാൻ എക്സിന് പകരം 13 കൊടുക്കുക. ഓർക്കേണ്ട കാര്യം എഫ് ഓഫ് 12ഉം 13 ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ 1 കിട്ടില്ല. ഈ പ്രോബബിലിറ്റി ഏത് പ്രോബബിലിറ്റി ഇതൊക്കെ പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റീൻ്റെ ഒന്നും ആൻസർ ഗ്രേറ്റർ ദാൻ 1 വരില്ല, ലെസ് ദാൻ 0യും വരില്ല. ഇൻ ബിറ്റ്വീൻ 0 and 1 ആയിരിക്കും. അത് ഓർക്കുക നിങ്ങൾ. ഓക്കെ.